പോലീസ് അതിക്രമ പരാതികളിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് DGP റവാഡെ ചന്ദ്രശേഖർ. കുറച്ചുപേരുടെ തെറ്റ് സേനയെ മോശമാക്കുന്നു. എല്ലാം വിശദമായി പരിശോധിച്ച നടപടി ഉണ്ടാകണം. നിർദ്ദേശം ഉത്തരമേഖലാ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ നൽകിയ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും S. ശാലിനി ചേരുന്നു. ശാലിനി, പോലീസിന് തന്നെ നാണക്കേടാണ് ഇപ്പോൾ പുറത്തു വരുന്ന ലോക്കപ്പ് മർദ്ദന വാർത്തകൾ. അത് DGP തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, DGP തന്നെ സമ്മതിക്കുന്നു. കുറച്ചുപേരുടെ തെറ്റ് സേനയെ മോശമാക്കുന്നു എന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ശക്തമായ നടപടി വേണം എന്ന് DGP നിർദ്ദേശം നൽകുകയാണല്ലോ ശാലിനി. തീർച്ചയായും വിനോദ, അതുതന്നെയാണ്. കാരണം പോലീസ് സേനയ്ക്ക് അകത്തുണ്ടായിട്ടുള്ള പുഴുക്കുത്തുകൾ, ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ്. വെറുമൊരു ആരോപണം മാത്രമല്ല എന്ന് ശരിവെക്കുന്ന നിലപാട് തന്നെയാണ് ഇന്ന് ചേർന്ന നിർണായക യോഗത്തിൽ DGP റവാഡെ ചന്ദ്രശേഖർ സ്വീകരിച്ചിട്ടുള്ളത്. ഉത്തരമേഖലാ ഉദ്യോഗസ്ഥരുടെ യോഗമാണ് ഇന്ന് ചേർന്നത്. ആ യോഗത്തിലാണ് സേനയെ മുഴുവനുമായി, അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന തെറ്റ്, അല്ലെങ്കിൽ ഒന്നിലധികം പേർ ചെയ്യുന്ന തെറ്റ് സേനയെ പൂർണ്ണമായും നാണം കെടുത്തുന്ന രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് റവാഡെ ചന്ദ്രശേഖർ തന്നെ സമ്മതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പുറത്തു വന്ന ഈ കസ്റ്റഡി മർദ്ദനങ്ങളിലടക്കമുള്ള പരാതികളിൽ അതിൽ കൃത്യമായ നടപടിയും അന്വേഷണവും വേണമെന്നുള്ളതാണ് DGP വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ കുറച്ചുപേരുടെ തെറ്റ് സേനയെ മോശമാക്കുകയാണ്. എല്ലാം വിശദമായി പരിശോധിച്ച് കൃത്യമായ നടപടികളിലേക്ക് കടക്കണമെന്നുള്ളതാണ് ഇപ്പോൾ DGP വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ യോഗം ചേരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജനം TV അടക്കം റിപ്പോർട്ട് ചെയ്തതാണ്, ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവർ മൗനം തുടരുന്ന സാഹചര്യത്തിൽ സേനയെ വിളിച്ചുകൊണ്ടൊരു യോഗം DGP ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ തീയതിയും സമയവും വ്യക്തമായി തീരുമാനിച്ചിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ ഉത്തരമേഖലാ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ദക്ഷിണമേഖല, മധ്യമേഖല ഉദ്യോഗസ്ഥരുടെ യോഗം ചേരേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഓരോ ജില്ലാ പോലീസ് മേധാവിമാരോടും IG-മാരോടുമൊക്കെ ഇത്തരം സംഭവങ്ങളിൽ വിശദമായ റിപ്പോർട്ട് DGP ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷം കൃത്യമായ നടപടികളിലേക്ക് കടക്കാനാണ് DGP ആലോചിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള പരാതികൾ അത് വെറും ഒരു പരാതിയല്ല എന്ന് DGP സമ്മതിക്കുകയാണ്. അത്തരം സംഭവങ്ങൾ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ട്. പീച്ചിയിലും തിരുവനന്തപുരത്തും അടക്കം ഉണ്ടായത് ഗുരുതരമായിട്ടുള്ള പോലീസ് വീഴ്ചയാണ് എന്ന് സംസ്ഥാന പോലീസ് മേധാവി തന്നെ സമ്മതിക്കുകയാണ്. അതിൽ കൃത്യമായ അന്വേഷണവും നടപടിയും വേണമെന്നുള്ളതാണ് DGP റവാഡെ ചന്ദ്രശേഖർ ഇന്നിപ്പോൾ ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ആ അന്വേഷണം ഇനി ആരൊക്കെയായിരിക്കും നടത്തുക, ഏത് തരത്തിലുള്ള നടപടികളായിരിക്കും വരും ദിവസങ്ങളിൽ ഇത്തരം ഹീനമായ പ്രവർത്തികൾ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. എന്തായാലും മറ്റ് തല യോഗങ്ങൾ കൂടി ചേർന്ന ശേഷമായിരിക്കും ഇതിലൊരു അന്തിമ അന്വേഷണം ആരംഭിക്കുക. സംസ്ഥാന വ്യാപകമായ അന്വേഷണം നടത്തി കൃത്യമായ നടപടികളിലേക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ കടക്കാനാണ് DGP ഇപ്പോൾ ഈ യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വിനോദ, തീർച്ചയായും വ്യക്തമാണ്. പരാതികളുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവരെയും പൊതുജനങ്ങളെയും പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന വാർത്തകൾ പുറത്തു വന്നതോടെ ഇത് പോലീസിന് നാണക്കേടാണ് എന്ന് DGP തന്നെ ഉത്തരമേഖല പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് DGP ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും S. ശാലിനി. തൃശ്ശൂരിൽ CPM നേതൃത്വത്തിലുള്ള സഹകരണ സംഘത്തിൽ അഴിമതി ആരോപണം. DYFI ജില്ലാ നേതാവിനെ CPM-ൽ നിന്നും പുറത്താക്കി. നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസിനെതിരെയാണ് നടപടി ഉണ്ടായത്. അതേസമയം തനിക്ക് ഔദ്യോഗികമായ ഒരറിയിപ്പും ലഭിച്ചിട്ടില്ല എന്ന് നിബിൻ പറയുന്നു.